Hi friends, welcome back to my YouTube channel. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കാനറ ബാങ്ക് മൊബൈൽ ബാങ്ക് ആപ്ലിക്കേഷൻ എങ്ങനെ രജിസ്റ്റർ ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മൊബൈൽ ബാങ്ക് വളരെ ഈസിയായി തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അത് NRI അക്കൗണ്ട് ആണെങ്കിലും അതുപോലെ തന്നെ NRO അക്കൗണ്ട് ആണെങ്കിലും അതുപോലെ നോർമൽ SBI അക്കൗണ്ട് ആണെങ്കിലും നമുക്ക് വളരെ ഈസിയായി തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് ചാനൽ കൂടി ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യം തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറോ അതല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനായി സെർച്ച് ബാറിൽ കാനറ ബാങ്ക് മൊബൈൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണാം കാനറ ai1 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കാണാം. നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾ കാണുന്നത്. ഇവിടുന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്വൈപ്പ് ചെയ്യുക. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് നൗ എന്ന് പറയുന്ന ഓപ്ഷനാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാനിതൊരു NRE അക്കൗണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ബാങ്കിങ് രജിസ്റ്റർ ചെയ്ത് കാണിക്കുന്നത്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു NRE അക്കൗണ്ട് മൊബൈൽ ബാങ്കിങ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് NRE അക്കൗണ്ട് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ അക്കൗണ്ട് NRE അതല്ലെങ്കിൽ NRO അക്കൗണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള SBI അക്കൗണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് സെയിം മെത്തേഡ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഉള്ളത്. അതിനുശേഷം സിം സെലക്ട് ചെയ്യാം. നമുക്ക് സിം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു SMS ജനറേറ്റ് ചെയ്യാനുള്ള ബാലൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പാക്ക് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടായിരിക്കണം. സെയിം സിം നിങ്ങൾ അതേ മൊബൈലിൽ തന്നെ ഉണ്ടായിരിക്കണം. മൊബൈൽ ബാങ്കിങ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു മൊബൈലിൽ തന്നെ ഉണ്ടായിരിക്കണം സെയിം സിം. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു 5 ഡിജിറ്റൽ ലോഗിൻ പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 ഡിജിറ്റൽ പാസ്വേഡ് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് റീഎൻട്രി ചെയ്ത് കൊടുക്കുക ലോഗിൻ പാസ്വേഡ്. നിങ്ങൾക്ക് 5 ഡിജിറ്റൽ ലോഗിൻ പാസ്വേഡാണിത്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം, നിങ്ങൾക്ക് ബയോമെട്രിക് ഓപ്ഷൻ കാണാം. ബയോമെട്രിക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഫേസ് ആണെങ്കിൽ ഫേസ്, അല്ലെങ്കിൽ ഫിംഗർ ആണെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ ആണെങ്കിൽ ഫേസ് ആണ് ഡിറ്റക്ട് ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ അത് നോർമൽ സാംസങ്ങിൻ്റെ ഫോണൊക്കെ നിങ്ങൾക്ക് ഫിംഗറാണ് അവിടെ സെലക്ട് ചെയ്യുക. ഫിംഗർ വെച്ച് കൊടുക്കുക നിങ്ങൾക്ക് അവിടുന്ന്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് ഇൻ്റർ യുവർ ലോഗിൻ പാസ്വേഡ് രജിസ്റ്റർ ബയോമെട്രിക് ലോഗിങ്. നിങ്ങൾക്ക് അവിടെ പാസ്വേഡ്, നിങ്ങൾക്ക് ലോഗിൻ പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്ത പാസ്വേഡ് അവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടുന്ന് കണ്ടിന്യൂ ബട്ടണിൽ വീണ്ടും നിങ്ങൾക്ക് ഇൻ്റർ യുവർ ലോഗിൻ പാസ്വേഡ് രജിസ്റ്റർ ബയോമെട്രിക് ലോഗിൻ, നിങ്ങൾ വീണ്ടും ആ പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്ത പാസ്വേഡ് വീണ്ടും അടിച്ചു കൊടുക്കുക. അവിടെ പാസ്വേഡ് അടിച്ചു കൊടുത്തതിന് ശേഷം അവിടുന്ന് കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. താഴെ നിങ്ങൾക്ക് ഐ അഗ്രി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഹോം പേജിൻ്റെ ഈ ഒരു ഇൻ്റർഫേസിലാണ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ സെൻഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കാണാം. സെൻഡ് മണി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഏത് ഓപ്ഷൻ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷനാണ് സെൻഡ് മണി. ആ സെൻഡ് മണി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ ബാങ്കിങ് ആക്ടിവേറ്റ് ആയിട്ടില്ല. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആക്ടിവേറ്റ് മൊബൈൽ ബാങ്കിങ് സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇൻ്റർ MPIN എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് 6 ഡിജിറ്റൽ MPIN അവിടെ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 6 ഡിജിറ്റൽ MPIN ആണ് സെറ്റ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് ബിൽ പേയ്മെൻറ്റും അതുപോലെ തന്നെ പണം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു MPIN-ൻ്റെ ആവശ്യം നമുക്ക് വരുന്നത്. ലോഗിൻ പാസ്വേഡ് ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം MPIN റീഎൻട്രി ചെയ്ത് കൊടുക്കുക. MPIN റീഎൻട്രി ചെയ്ത് കൊടുത്തതിന് ശേഷം താഴോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആക്ടിവേഷൻ കോഡ് അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ്, 2 ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ബ്രാഞ്ചിലാണ് നിങ്ങൾ ഈ ഒരു മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ആക്ടിവേഷൻ കോഡ് നിങ്ങൾക്ക് ലഭിക്കും ഒരു SMS ആയിട്ട്. അതല്ല നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് കയ്യിലുണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴി നിങ്ങൾക്കിത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഡെബിറ്റ് കാർഡ് വഴിയാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനോട് ഡെബിറ്റ് കാർഡ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക നിങ്ങൾ. അതിനുശേഷം ഡെബിറ്റ് കാർഡ് 16 ഡിജിറ്റൽ നമ്പർ അടിച്ചു കൊടുക്കുക. ആദ്യം 16 ഡിജിറ്റൽ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് എക്സ്പയർ മന്ത് അതുപോലെ തന്നെ എക്സ്പയർ ഇയർ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കാണാം, അത് രണ്ടും അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ ATM-ൻ്റെ പിന്നും കൂടി അവിടെ അടിച്ചു കൊടുക്കുക. ATM-ൻ്റെ പിന്നും കൂടി അടിച്ചു കൊടുത്തതിന് ശേഷം അവിടുന്ന് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. ഇതിൽ NRI അക്കൗണ്ട് അതുപോലെ തന്നെ NRI അക്കൗണ്ട് രണ്ടും ഒരു കസ്റ്റമർ ID-യിലാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഇവിടെ കാണാം. നിങ്ങൾക്ക് രണ്ടാമത്തെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാനുമായിട്ട് നിങ്ങളുടെ ആ MPIN സെറ്റ് ചെയ്ത് MPIN കൂടി അടിച്ചു കൊടുക്കുക അവിടെ. അപ്പോൾ ഈ ഒരു കസ്റ്റമർ ID-യിലുള്ള 2 അക്കൗണ്ട് നമ്പറും നിങ്ങൾക്ക് അവിടെ ആക്ടിവേറ്റ് ആയിട്ട് കാണാവുന്നതാണ്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയിട്ട് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് രജിസ്റ്റർ ആയിട്ടുണ്ട്.
ഇവിടെ നിങ്ങൾക്ക് ബാലൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ബട്ടൺ കാണാം, ഓൺ ഓഫ് എന്ന് പറഞ്ഞ റെഡ് ബട്ടനാണ് അവിടെ ചെറിയൊരു. ആ ഒരു ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാലൻസും കാര്യങ്ങളൊക്കെ അവിടെ കാണാവുന്നതാണ്. പണം ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ ബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മൊബൈൽ ബാങ്കിങ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് ചാനൽ കൂടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.